തിരുക്കുറൾ കേൾക്കാവോ സാറേ? എല്ലാവർക്കും നമസ്കാരം. 84 അധികാരം അതായത് അജ്ഞത, ഇഗ്നോറൻസ്, അവിവേകം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശിക്കുന്ന ഇതാണ്: വിവിധ കോണിലുള്ള ശത്രുതയെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്ത ക്രോധം ക്രോധജന്യമായ ശത്രുതയെ 5 അധികാരികളും കാമജന്യമായ 5 അധികാരികളും പരിചിന്തനം ചെയ്യുന്നു. അതിനു മുൻപ് ആ 2 ഇനികൾക്കും എഴുതുന്ന മൗഢ്യത്തെ കുറിച്ച് 2 അധികാരികളിലായി വിവരിക്കുന്നു. മൂഢത എന്നാൽ അറിവില്ലായ്മ തന്നെ. ഒന്നുകൂടി പറയുന്നുണ്ട്, മൂഢത എന്നാൽ അറിവില്ലായ്മ തന്നെ. ആദ്യത്തെ 831 കുറൾ പേദൈമൈ 81 யாதெனின் வேதங்கொண்டு ஊதியம் போக விடல். வேதமை என்று சொல்லப்படுவது யாது என்றால், தனக்கு கெடுதியானதை கைக்கொண்டு ஊதியமானதை കൈവിടുതലാകും. അതായത് നമുക്ക് നന്മ വഹിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനമുള്ളതിനെ വിട്ടിട്ട് നഷ്ടമുണ്ടാകുന്നത് അല്ലെങ്കിൽ വേണ്ടാത്തത് നാശമുണ്ടാക്കുന്നതിനെ കൈക്കൊള്ളുന്നതിനെയാണ് പേദമൈ എന്ന് കവി ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ അറിവില്ലായ്മ എന്നുള്ളതിലേക്ക് പറയുന്നുണ്ട്. പേദമൈ 81 യാതനിൻ വേദം കൊണ്ട് ഊതിയം പോക വിടൽ. പേദമൈ என்பது അവിവേകം എന്ന് പറയുന്നത് ഒന്ന് മറ്റ് കുറ്റങ്ങളിലെല്ലാം വെച്ച് പ്രമുഖമായ ഒന്നാണ്. യാതിനിൽ ഏതാണെന്ന് വിശദീകരിച്ചാൽ, ഏതും കണ്ട് തനിക്ക് ഛേദം വരുന്നവയെ കൈക്കൊണ്ട് ഊതിയം ലാഭം തരുന്നവയെ പോകവിടൽ കൈവിടുന്ന ശീലം തന്നെ. സ്വയം അധപതിക്കുന്ന വഴികളെ പിൻപറ്റുകയും ഐശ്വര്യവും ഉന്നതിയും തരുന്ന വഴികളെ കൈവിടുകയും ചെയ്യുന്നതാണ് മൂഢത. കടുത്ത കുറ്റം തന്നെയാണ് ഈ അവിവേകം. കാരണം ഇവിടെ വളർച്ച മുരടിച്ച് മറ്റെല്ലാം നശിക്കുകയാണല്ലോ. പോവാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മനോഹരമായ ഖുറൽ വേദിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇതിന്റെ പൊരുൾ നമുക്ക് ജീവിതത്തിന് ഉപകാരപ്പെടട്ടെ. 84-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പേദൈമൈ, മൗഢ്യം, അജ്ഞത എന്ന് മലയാളത്തിൽ ഇത് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഇഗ്നറൻസ്. ഒരു ആമുഖം ഇപ്രകാരം പറയട്ടെ: പേദൈമൈ എന്നത് ദോഷകരമായതെല്ലാം സ്വീകരിക്കുന്നതും പ്രതിഫലദായകമായതെല്ലാം ഉപേക്ഷിക്കുന്നതും എന്ന് നിർവചിക്കാം. ഇതിന്റെ രീതി എന്നത് ഒരിക്കലും സ്വന്തമായിരിക്കാത്തതിനെ സ്നേഹിക്കുക എന്നതാണ്. പശ്ചാത്താപമില്ലായ്മ, ഒരു ദൗത്യവും ഇല്ലാത്തത്, കരുണയില്ലാത്തത്, ഒന്നും വിലമതിക്കാൻ കഴിയാത്തത് എന്നിവയൊക്കെയാണ്. ഇതൊക്കെ ബുദ്ധിയില്ലാത്തവരുടെ പ്രത്യേകതകളുമാണ് എന്ന് ഈ ഖുറൽ പഠിപ്പിക്കും. അവശ്യ ഗ്രന്ഥങ്ങൾ പഠിച്ച് അവയുടെ സാരാംശം മനസ്സിലാക്കി
അവ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടും അവ പാലിക്കാത്തവനേക്കാൾ വലിയ ബുദ്ധിശൂന്യനില്ല. ജീവിതത്തിൽ ഒരു മന്ദബുദ്ധിയുടെ പ്രവൃത്തികൾ മതി 7 ജന്മം നരകത്തിൽ അവനെ വിധിക്കാൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ബോധം ഉണ്ടായിരിക്കുക, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നൊക്കെ മറ്റൊരർത്ഥത്തിലും പറയാൻ സാധിക്കും. 831 കുറൽ മാത്രമായി എടുക്കുമ്പോൾ പേദൈമൈ என்பதொன்று യാതെനിൽ ഏതങ്കൊണ്ടു ഊതിയം പോക വിടൽ. മൂഢത എന്തെന്നാൽ ചേതത്ത കൈക്കൊണ്ടു ലാഭത്തെ ഒക്കെ വിടും ശീലം. ലാഭത്തിന്റെ പാത ഉപേക്ഷിക്കുകയും നഷ്ടത്തിന്റെ പാത സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അജ്ഞത. ഗുണദായകമാം കാര്യം വിട്ട് നാശകരങ്ങളെ കയ്യേൽക്കുന്ന മനോഭാവം വിഡ്ഢിത്തം തന്നെ നിശ്ചയം എന്ന് കവിയും പറയും. ഓവർ. The 84th chapter of the Tirukural, titled Ignorance, Pullarivu, serves as a profound warning against the lack of wisdom and self-awareness. It teaches that the greatest poverty one can face isn't a lack of money, but a lack of understanding. Saint Thiruvalluvar defines ignorance not just as a lack of education, but as the stubborn refusal to learn or listen to the wise. A person lacking wisdom often clings to their own errors as if they were truths, making them their own worst enemy. This chapter emphasizes that no matter how much a person reads, they remain ignorant if they fail to put their knowledge into practice. The Quran suggests that trying to teach a fool is waste of effort, as they will only see the teacher as the one who is confused. Ultimately, the greatest folly is the arrogance of thinking one knows everything when they actually know nothing at all. As the saying goes, empty vessels make the most noise, which perfectly captures the essence of those who lack the substance of true wisdom. Verse 831, ignorance is the one which accepts path of loss and abandon path of profit. Quran 831, the closing of the choice of folly. The choice of folly. In Quran 831, Thiruvalluvar defines ignorance as the tragic tendency to embrace things that bring ruin while discarding the path to true well-being. A perfect illustration of this is the biblical story of Esau, who famously traded his birthright for a single bowl of stew. Driven by immediate hunger and a lack of foresight, Esau abandoned his lasting inheritance and spiritual legacy for a fleeting moment of physical satisfaction. His choice perfectly mirrors the Quran's warning.
he accepted the path of loss simply because he couldn't see the value in what he already possessed. By the time he realized the magnitude of his mistake, the path of profit was closed to him forever. This story serves as a timeless reminder that ignorance is often the inability to weigh eternal value against temporary desire. As the proverb says, don't trade a diamond for a glass pebble. Thank you, sir. Over. ൂറ്റി പേദമെല്ലാം പേദൻ കാതന്മൈ ചെയ്യൽ എല്ലാം എല്ലാ പേടുകളിലും വെച്ച് അറിവുണ്ടാകും സമാജത്തിന് യോഗ്യതമല്ലാത്ത ചേരാത്തതാണ് എന്ന് ഉള്ള ബോധം ഉണ്ടായിട്ടും ഒരു മോഹം ഉണ്ടോ ഏറ്റവും അറിവുകേടുകളിൽ ഏറ്റവും വലിയ അറിവുകേട് എന്ന് പറയുന്നത് പേദമയുള്ള എല്ലാം പേദമൈ കാതന്മൈ കയ്യിൽ. അതായത് അറിവുകേടിൽ പെരുത്ത അറിവുകേടായുള്ള എന്ന് വെച്ചാൽ തനിക്കിത് അറിവുകേടിൽ പെരുത്ത അറിവുകേടായി ഉള്ളത് വിഹിതവും അല്ലാത്ത കാര്യങ്ങളിൽ ആശ്രയിക്കുക, ലോകം നിന്ദിക്കുന്ന പ്രവർത്തനവും ഉണ്ടാകുക. അതാണ് ഏറ്റവും കടുത്ത മൂഢ. സാറേ പറഞ്ഞോളൂ സാർ. മലയാളം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ജോർജ് സാറില്ലേ? സാർ ഉണ്ടായിരുന്നല്ലോ. ജോർജ് സാർ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ടു ഓൾ. തിരുക്കുറൽ പാർട്ട് 2, കുറൽ 832. പേദൈമൈ ഇഗ്നറൻസ്. പേദൈമൈയുൾ എല്ലാം പേദൈമൈ കാതന്മൈ കയ്യല്ല തൻ കട്ചെയ്ൽ. Desiring under undeserving actions is the most ignorant deed among every ignorance. This Quran highlights that individuals who disregard the advice of well-meaning, wise friends will inevitably fall into ruin, even if they possess great wealth or power. It emphasizes the importance of listening to counsel to avoid destruction. It serves as a warning, primarily to leaders, that a lack of honest, critical feedback, constructive criticism, leads to self-destruction. The ruin is self-inflicted because of a lack of self-correction. പേദൈമൈ മയുൾ പേദൈമയുൾ എല്ലാം പേദൈമൈ കാതന്മൈ കയ്യല്ല തൻ കട്ചെയ്ൽ. താങ്ക് യു ഓൾ. പവർ സർ.
ഓക്കെ. 833 എന്റെ ക്ലാസ്സിലുള്ള ഒരു ഖുറാനാണ് അടുത്ത് വരുന്നത്. നാണാൺമൈ, നാടാമൈ, നാടിന്മൈ, യാതൊന്നും പേണാമൈ, ആകെ പേതയും തൊഴികൾ. അതായത് ഈ നേരത്തെ പറഞ്ഞ അവന്റെ തൊഴിൽ അല്ലെങ്കിൽ അവന്റെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് കവി അടുത്ത് പറയുന്നത്. നാണാമൈ, നാടിക്കടുത്ത് അത് നായിക. നാടാമൈ, എന്തെങ്കിലും നേടേണ്ടടുത്ത് അത് ചെയ്യായിക. നാടിന്മൈ, എങ്ങനെ അതിനുള്ള നയം ഇല്ലായിക. എന്നിട്ടോ യാതൊന്നും വേണമേ, എന്തൊക്കെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണമോ അതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ മൂടന്മാര് ശീലമാകുന്നു. അപ്പം മൂടന്മാരെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ ഈ തരമുള്ള നമ്മൾ നിരീക്ഷിച്ചാൽ മതി എന്ന് എങ്ങനെയൊക്കെ ഇടപെടണം, അതിനുള്ള എന്തൊക്കെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണമോ അതൊന്നും ഇല്ലാതിരിക്കുക. ഇതൊക്കെ മൂടന്മാരുടെ ശീലമാകുന്നു. ലോകം നിന്ദിക്കുന്ന പ്രവർത്തികൾ നാണക്കേട് തോന്നാതിരിക്കുക. സൗമ്യശീലം കൊണ്ടുള്ള സ്നേഹഭാവവും നയപൂർവവുമായ സമീപനം ഇല്ലാതിരിക്കുക. മാന്യമായി എന്തെങ്കിലും നേട്ടം, അതായത് കർമ്മസാഫല്യം, പ്രശസ്തി എന്നിവ ഉണ്ടാകാതിരിക്കുക. കുലീനത, വിദ്യ, അച്ചടക്കം എന്നിങ്ങനെയുള്ള സദ്ഗുണങ്ങളെ പോറ്റാതിരിക്കുക. ഇതൊക്കെ മൂടന്റെ ശീലങ്ങളാകുന്നു എന്ന് ഒരിക്കൽ കൂടി ആ തരത്തിലുള്ള നമുക്ക് കവി കാണിച്ചു തരുന്നു. ഓവർ. ഇംഗ്ലീഷ് പറയട്ടെ സാറേ? പറഞ്ഞോളൂ, പറഞ്ഞു. യെസ്, മലയാളം. മലയാളം പറഞ്ഞു സാർ, അതിന്റെ കൂട്ടി പറഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു സാർ. Qural 833. Shamelessness, lack of attention, lovelessness, aspiration in nothing. These are habits of an idiot. The 4 marks of folly. Qural 833 identifies 4 distinct traits that define the ignorant: a lack of shame, a wandering mind, a cold heart, and a total lack of noble aspiration. A striking example of this is the story of Duryodhana from the Mahabharata, whose stubbornness led to the ruin of his entire lineage. Despite the wise counsel of elders like Bhishma and Krishna, his shamelessness allowed him to humiliate others without regret, while his lack of attention to moral laws blinded him to the consequences. His lovelessness toward his cousins, the Pandavas, turned a family dispute into a world-ending war. Having no noble aspiration beyond his own ego, he preferred to rule a graveyard than to share a kingdom in peace. His life proves that when these 4 habits take root, even a king becomes a fool. Truly, as the saying goes, pride goes before destruction, and a haughty spirit before a fall. Thank you, sir. Over. ഖുറാൻ 134 ഇതിൽ കവി ആ മൂടനെ
ആ മൗട്ടിൻ കാണിക്കുന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ചു തരിക. ഓതി ഉണർത്തും പിറർക്ക് ഉരയ്ത്തും താനടങ്കാ പേതയിൽ പേതയാർ എൻ. நூல்களை ஓதியும் அவற்றின் பொருளை உணர்ந்தும் பிறர்க்கு எடுத்து சொல்லியும் தான் அவற்றின் நெறியில் அடங்கி ஒழுகாத பேதை போல் വേറെ പേതയർ ഇല്ലേ. ഓതി വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ സാരാംശം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കും, ഉണർന്നും അതൊക്കെ താൻ സ്വയം അറിഞ്ഞും പിറർക്ക് അന്യന്മാർക്ക് ഉരയ്ത്തും വ്യാഖ്യാനിച്ചു കൊടുത്തും താൻ മാത്രം അടങ്ങാ അവയ്ക്ക് അനുസരിച്ച് നടക്കാതിരിക്കുന്ന പേതയിൽ മൂഢനായിട്ടുള്ളവനേക്കാളും പേതയാർ മൂഢൻ ഈ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. അറിഞ്ഞും അന്യർക്കായി പറഞ്ഞും സ്വയം തുടർന്നിടാത്തോൻ വിടുവിട്ടി എന്ന് രമേശ് നായർ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നന്നായി അറിയാം, എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായി അന്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രം അതൊന്നും പ്രായോഗികമാക്കുകയോ സ്വയം വളരാൻ ശ്രമിക്കുകയോ ഇല്ല. അങ്ങനെയുള്ള ഒരുവനെ മൂഢന്മാരിൽ വെച്ച് ഒന്നാമനായി കണക്കാക്കണം. അറിഞ്ഞും അന്യർക്കായി പറഞ്ഞും സ്വയം തുടർന്നിടാത്തോൻ വിട്ടി. ഓക്കെ. குறள் 834. ஓதி உணர்ந்தும் பிறர்க்கு உரைத்தும் தான் அடங்கா പേതയാറിൻ. ഏറെ പഠിച്ചിട്ടും വിജ്ഞാനം ഓതിയിട്ടും ശാന്തിയെ നേടാത്തോൻ മൂഢരിൽ മൂഢനും. എത്ര പഠിച്ചാലും പഠിച്ചതിനെ പറഞ്ഞു നടന്നാലും ശാന്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കാത്തവൻ വലിയ മൂഢനാണ്. പഠിച്ചാൽ വളരെ സമാധാനവും സന്തോഷവും ലഭിക്കും. ജീവിതത്തിൽ ശാന്തിയും സ്നേഹവും നിലനിർത്താനാണ് പഠിക്കുന്നതും പഠിച്ചതിനെ അറിയിക്കുന്നതും. അറിവ് അറിയാനും അറിയിക്കാനുമാണല്ലോ. ഇതൊക്കെ അറിയാത്തവൻ മൂഢനാണ് എന്ന് പറയും. ജീവിതത്തിൽ ഒന്നും തന്നെ ഈ കൂട്ടർക്ക് നേടാൻ ആവില്ല. അതിനാൽ സ്നേഹവും ശാന്തിയും നിലനിർത്തുന്നതിന് നാം പഠിച്ചതിനെ മറ്റുള്ളവർക്ക് അറിയിക്കുക, മറ്റുള്ളവരെയും പഠിപ്പിച്ചു കൊടുക്കുക. ഓതി ഉണർന്നും പിറർക്കു ഉരയ്ത്തും താനടങ്കാ പേതയിൻ പേതയാർ ഇൽ. താങ്ക് യു. കുറൽ 834. ഓതി ഉണർന്നും പിറർക്കു ഒരൈത്തും താനടങ്കാ ഓതി ഉണർന്നും പിറർക്കു രൈത്തും താനടങ്കാ പേതയ്യാർ ഇൽ. There is no idiot like the fool who studies, learns, shares it as advice, and lives a life without self-control. This Quran highlights the hypocrisy of possessing knowledge without living by it. It means there are no greater fools than those who have studied, understood, and taught others, yet failed to practice what they know. It's meaning that a person who has studied books thoroughly, understood their meaning, and even taught them to others, but does not control their own desires or behavior, is considered the ultimate fool. The essence: knowledge is useless without self-restraint and implementation. True wisdom lies in the application of knowledge, not just in studying it. ഓതി ഉണർത്തും പിറർക്കു രൈത്തും താനടങ്കാ പേതയ്യാർ ഇൽ. താങ്ക് യു all. Over, sir. ഓക്കെ. കുറൾ 835.
35. പോലീസ് പേதை 7 பிறப்பிலும் தான் புகுந்து எழுந்துவதற்கு உரிய நரக துன்பத்தை പേதை തൻ ഒരു പിറവിയിൽ ചെയ്തു കൊള്ള വല്ലവനാവാൻ. അതായത് എന്തു പറഞ്ഞാലും എത്രയൊക്കെ അവൻ വിദ്യ അഭ്യസിച്ചാലും ഇതൊന്നും ഉണരാതെ കഴിയുന്ന ആ മൂഢൻ എന്താ അനുഭവിക്കുന്ന പറഞ്ഞാല് ഈ കുരലിലെ 3-ാമത്തെ വാക്ക് പേதை, മൂഢൻ. ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് എഴുമയും, വരുന്ന 7 ജന്മങ്ങളിലും. 2-ാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക് താൻ, അവനവൻ പുക്ക് പ്രവേശിച്ച് അഴുന്തും കഷ്ടപ്പെടുന്നതിനുള്ള അളറ് നരകത്തെ ഒരുമൈ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ. ആദ്യം 2-ാമത്തെ വാക്ക് ചേലാറ്റും നിർമ്മിച്ചു വയ്ക്കാൻ പ്രാപ്തനാകുന്നു. അതായത് മൂഢൻ വരുന്ന 7 ജന്മങ്ങളിലും അവനവൻ പ്രവേശിച്ച് കഷ്ടപ്പെടുന്നതിനുള്ള നരകത്തെ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ നിർമ്മിച്ചു വയ്ക്കാൻ പ്രാപ്തനാകുന്നു. 7 ജന്മത്തിലും തനിക്ക് അനുഭവിക്കേണ്ട യാതനകൾ നിറഞ്ഞ നരകം മൂഢനായിട്ടുള്ളവൻ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഒരുക്കി വയ്ക്കുന്നു. അഥവാ അവിവേകിയായ അവൻ 7 ജന്മം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ടതായ നരകയാതനകൾ ഈ ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ അനുഭവിക്കുന്നു. ഈ ഒരു ജന്മത്തിൽ തീർക്കുന്നു മൂഢന്മാർ 7 ജന്മത്തിന്റെ നരകം. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ജന്മത്തിൽ തീർക്കുന്നു മൂഢന്മാർ 7 ജന്മത്തിന്റെ നരകം. ഓവർ. ജോർജ് സാർ പറഞ്ഞു. താങ്ക് യു. കുരൽ 835. ഒരുമൈ செயலாற்றும் പേதை എഴുമയും താൻ പുക്കഴുന്തും അളറു. Idiot is one who do things out of ignorance so as to suffer hellish torments in this life itself, which amounts to 7 birth struggles. This Quran highlights that words causing injury, even if uttered without harmful intent, will destroy a person's goodness and virtue. It emphasizes that a single, thoughtless, harsh word can completely negate all previous noble deeds and virtuous conduct. It means by a single word of injury, do all man's virtues lose their goodness. Core message: the damage caused by an uncontrolled tongue is greater than physical damage. While physical wounds may heal, the injury caused by harsh speech leaves lasting scars on character and relationships. Thank you, sir. Over. 836. படும் ஒன்றோ வினை பூணும் கை வினை மேற்கொள்ளின். ஒழுக்க நெறி அறியாத பேதை ஒரு செயலை மேற்கொண்டால் அந்த செயல் முடிவு பெறாமல் பொய்ப்படும். அன்றியும் അവൻ കുറ്റവാളിയാകി തളൈ പോണുവാൻ. ഈ കാലത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ സമകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ ഇതിനോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെ ലഘുവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
അതായത് ഈ ആദ്യത്തെ കുറളിലെ വരിയിലെ അവസാനത്തെ വാക്കാണ് ആദ്യം എടുക്കുന്നത്. കൈ അറിയ, നിർവഹിക്കേണ്ട രീതികളെ കുറിച്ച് യാതൊന്നും അറിയാത്ത. രണ്ടാമത്തെ ആദ്യത്തെ വാക്ക് പേദൈ, മൂടൻ. രണ്ടാമത്തെ വാക്ക് വിനയ്, ഒരു പ്രവൃത്തിയെ മേற்கொள்ളിൻ, ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ. ആദ്യത്തെ വാക്ക് പൊയ്പടും, അത് ആകെ അവതാളത്തിലാകും. ഒன்றോ, അത് മാത്രമോ. താനോ, തൻ കുടിയും. പുനൈ പൂണും, കൈവിലങ്ങ് അണിയും. നമ്മുടെ ഇപ്പോഴത്തെ പത്രങ്ങളിലും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളിൽ നമ്മൾ താരതമ്യം നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ശബരിമലയിലെ ആ സ്വർണ്ണക്കുഴയുടെ തന്നെയാണ് ഇത് പറയുന്നത്. നമുക്കെടുക്കാം. നിർവഹിക്കേണ്ട രീതികളെ കുറിച്ച് യാതൊന്നും അറിയാത്ത മൂടൻ ഒരു പ്രവൃത്തിയെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ആകെ അവതാളത്തിലാകും. അത് മാത്രമോ. താൻ കൂടിയും കൈവിലങ്ങണിയും. അവൻ തന്നെ എന്താ പറഞ്ഞാല് കൈവിലങ്ങ് ഇട്ട് ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയും അല്ലെങ്കിൽ അങ്ങനെ കുറ്റവാളിയാവുകയും ചെയ്യും. കൈ അറിവില്ലാത്ത മൂടൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പിന്നെ ദൈവം വിചാരിച്ചാലും നേരെയാക്കിയെടുക്കാനാവാത്ത വിധം ആ കാര്യം അവതാളത്തിൽ പെട്ടുപോകുന്നു. മാത്രമല്ല, ആ വിഡ്ഢിയെ അന്വേഷിച്ച് ഇതിനകം കൈവിലങ്ങ് എത്തിക്കഴിയുകയും ചെയ്യും. അവിവേകിയും വിട്ടി തൊട്ടതെല്ലാം കെടും. അവിവേകിയാം വിട്ടി തൊട്ടതെല്ലാം കെടും, അതുമല്ല വീഴും പിലങ്ങും. പോകാം. If the fool does not know duty, do something. It may be blunder or he became criminal. കുറൾ 837. பேதை செல்வம் உற்ற கடை. பேதை பெருசெல்வம் அடைந்த போது அவனோடு தொடர்பில்லாத அயலார் நிறைய நன்மை பெற അവനുടെ ചുറ്റത്താർ പസിയാൽ വരുന്നുവർ. ഈ മൂടന്മാരുടെ ആ പ്രവൃത്തി കൊണ്ട് എപ്പോഴും പറയാറുണ്ട്, വിദ്യ അല്ലെങ്കിൽ ജ്ഞാനികളൊപ്പം ഒരു കൂട്ടം ഉണ്ടാവും, അതേപോലെ മൂടന്മാരുടെ ഒപ്പവും ഒരു കൂട്ടം ഉണ്ടാവും. പഠിത്തവർ പിന്നാൽ 10 പേർ ഇരുപ്പർ, മുട്ടാൾ പിന്നാലും 10 പേർ ഇരുപ്പർ എന്നാണ് ഒരു പഴഞ്ചൊല്ലുള്ളത്. അതായത് വിദ്യ അപേക്ഷിച്ച് നല്ല സദ്ഗുണമുള്ളവരുടെ കൂടെ ഒരു 10 പേരും കാണും. മറിച്ച് ഇതൊന്നുമില്ലാതെ അറിവില്ലാതെ മൂടനായ വിഡ്ഢികളായവരുടെ കൂടും അവന്റെ ചുറ്റും കുറെ പേര് കാണും. അവന്റെ കൂടെ കുറെ പേര് കാണുന്നത് വെച്ചാല് അവന്റെ കയ്യിലുള്ള ധനം അല്ലെങ്കിൽ സമ്പത്ത് ഇവർക്കും കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ സ്വയം ലാഭത്തിന് വേണ്ടി ആണ് അവർ പോയി നിൽക്കുന്നത്. പക്ഷേ ഈ മൂടൻ അറിയുന്നില്ല ഇവരൊക്കെ ആദായത്തിന് വേണ്ടിയാണ് കൂടി നിൽക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വന്തം വീട്ടുകാർ ബുദ്ധിമുട്ടുന്ന സമയത്തും ഇവൻ ഇങ്ങനെ ആഡംബരമായിട്ട് കയ്യിലുള്ളതൊക്കെ ചിലവാക്കി കഴിയുന്ന ഒരു പ്രകൃതം. അതാണ് ഇവിടെ കവി പറയുന്നത്. ഏതിലാർ ആരത്തമർ പസിപ്പർ പേதை പെരുംചെല്ലും ഉറ്റകടൈ. ഇവിടെ പേதை മൂടൻ, രണ്ടാമത്തെ ഒരു ലാഘവാക്ക് പെരുംചെൽവം വലുതായ സമ്പത്ത്, ഉറ്റകടൈ വിധിവശാൽ നേടുന്ന പക്ഷം അവന് എങ്ങനെയെങ്കിലും ആ ഒരു സമ്പത്ത് വന്ന് ചേർന്ന് പോയെങ്കിൽ. ഇനി ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് ഏതിലാർ, താനുമായി ഒരു ബന്ധവും ഇല്ലാത്ത അന്യന്മാരാവും ആരാ അതിന്റെ ഗുണം നിറയെ അനുഭവിക്കുന്നത്. അതേസമയം തമർ തന്റെ ഉറ്റ ബന്ധുക്കൾ, പസിപ്പർ
പട്ടിണി കിടക്കുകയേ ഉള്ളൂ. മൂഢൻ വലുതായ സമ്പത്ത് വിധിവശാൽ നേടുന്ന പക്ഷം താനുമായി ഒരു ബന്ധവുമില്ലാത്ത അന്യന്മാരാവും അതിന്റെ ഗുണം നിറയെ അനുഭവിക്കുന്നത്. അതേസമയം ഉറ്റ ബന്ധുക്കൾ പട്ടിണി കിടക്കുകയേ ഉള്ളൂ. പട്ടിണി ബന്ധുക്കൾക്ക് അന്യർക്ക് ലാഭമാം വിഡ്ഢി കുബേരനായിടിൽ. ഒരു വിഡ്ഢിയായിട്ടുള്ള ആള്, അറിവില്ലാത്ത ഒരുത്തൻ കുബേരനായാൽ, വിധിവശാലായാൽ പട്ടിണി ബന്ധുക്കൾക്ക് അന്യർക്കോ ലാഭമാം എന്ന് രമേശ് നായർ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓവർ. റോയ് സാർ ഇല്ലല്ലേ? If idiots, മലയാളം മലയാളം തമിഴ് മലയാളത്തിലാണ് പറഞ്ഞത്. ഞാൻ മാർഗ തന്നെ സാർ പറഞ്ഞു പറഞ്ഞു. പോകും. സാർ If പറഞ്ഞോളൂ. if ഞാൻ പറഞ്ഞു idiots സാർ. get സാർ പറഞ്ഞാൽ wealth, other will benefit. റോയ് സാർ പറയും. റോയ് സാർ ഉണ്ടോ? ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞോളാം. ഓക്കെ. മലയാളം പറയാൻ മീറ്റിംഗ് വരുന്നു ഞാൻ. ഓക്കെ. Okay. മലയാളം പറഞ്ഞു സാർ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. മലയാളം പറഞ്ഞു. Okay. ശരി, ഓക്കെ. Quran 8:37. If idiot gets wealth, others will benefit. Own people will suffer hunger. When fools are blessed with fortune's bounteous store, their enemies feed full. Their friends are prey to hunger store. That means if a fool happens to get an immense fortune, his neighbors will enjoy it while his relatives starve. Thank you. Over. ഓക്കെ. കുറൽ 838. നേരത്തെ പറഞ്ഞതിന്റെ വേണമെങ്കിൽ ഒരു കൂടെ പറയുന്നുണ്ട്. അച്ഛൻ അമ്മമാർ ഉൾപ്പെടെ, ചിലപ്പോൾ ഭാര്യയും മക്കള് പോലും ഉൾപ്പെടെ ഉള്ളവർ പട്ടി കിടന്നു നരകിക്കുമ്പോൾ കൊണ്ട് അവന്റെ ധനത്തിൽ മതിച്ചും കുടിച്ച് കൂത്താടിയും സൂഹിക്കുകയാവും എന്നാണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു. അടുത്തത്, மையல் ஒருவன் களித்தற்றால் பேதை தன் கையொன்று உடைமை பெறின். பேதை தன் கையில் ஒரு பொருள் பெற்றால் அவன் நிலைமை பித்து பிடித்த ஒருവൻ കൾ കുടിച്ച് മയങ്ങിനാർ പോലാകും. ഈ പറഞ്ഞതുപോലെ വിവേകമില്ലാത്തതിന്റെ കയ്യിൽ എന്തൊക്കെ ധനമോ അല്ലെങ്കിൽ വിധിവശാൽ അവൻ കുവരനായാലോ എന്നൊക്കെ ആയാലോ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കവി അടുത്തതിൽ പറയുന്നുണ്ട്. മയ്യൽ ഒരുവൻ കളിത്തറ്റാൽ പേതെയ്തൻ കയ്യോ ഒന്നുടമി പെറിൻ. അതായത് പേதை മൂടൻ ഒരുവന് തൻകൈ തന്റെ കയ്യിൽ ഒന്ന് മൂല്യമുള്ള വസ്തു, ധനമൂലമുള്ള പ്രതാപം, ഉടമൈ പെറിൻ ഉടമസ്ഥതയിൽ വന്നാൽ, മയ്യിൽ ഒരുവൻ മതിഭ്രമമുള്ള ഒരുവൻ, അതായത് ഭ്രാന്തൻ, കളിത്തെറ്റ് അതിന്റെ കൂടെ മധുരാപാനവും ചെയ്ത് മയങ്ങിയത് പോലും നിയന്ത്രണം വിട്ടത് പോലെയാകും. ഭ്രാന്തൻ കുടിച്ച് കൂത്താടും പോൽ വിഡ്ഢിക്ക് സ്വന്തമായി പ്രൗഢികൾ വന്നാൽ. പണ്ടേ കൃക്കനാണ്, കൂടെ ആവശ്യത്തിലധികം കള്ളും കുടിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അനർഹനായ വിഡ്ഢിക്ക് എതിർച്ചയാ എന്തെങ്കിലും ഒരു പ്രൗഢി അല്ലെങ്കിൽ അധികാരം, സമ്പത്ത് വന്നു ചേർന്നാൽ അവൻ ഒരിക്കലും നിലത്ത് നിൽക്കില്ല. പരമ ദയനീയമാണ് പിന്നത്തെ അവസ്ഥ. ഭ്രാന്തൻ കുടിച്ച് കൂത്താടും പോൽ വിഡ്ഢിക്ക് സ്വന്തമായി പ്രൗഢികൾ വന്നാൽ. മയ്യിൽ ഒരുവൻ കളിത്തറ്റൻ പേதை தன் கை ஒன்று உடைமை பெறின். ഓവർ. കുറൾ 838.
മയ്യൽ ഒരുവൻ കളിത്തറ്റാൽ പേതൈ തൻ കൈയൊன்று ഉടമൈ പെറിൻ. സ്വന്തമായി വല്ലതും കിട്ടുകിൽ മൂടനും മദ്യപൻ ഭ്രാന്തനെ പോലെ കൂത്താടിയിടും. മൂടന് വല്ലതും കിട്ടുക, സമ്പത്തുണ്ടായാൽ അയാൾ എന്ത് ചെയ്യും? മദ്യപനെ പോലെ ആകും എന്നാണ് പറയുന്നത്. മദ്യപനാണെങ്കിൽ എന്ത് ചെയ്യും? മദ്യപൻ ഭ്രാന്തനെ പോലെ കൂത്താടും. മദ്യം കുടിക്കുമ്പോൾ അയാൾക്ക് ബോധമൊക്കെ പോവും. അപ്പോൾ അയാൾ ഭ്രാന്തന്മാരെ പോലെ കൂത്താടും, കള്ളും കുടിച്ച്. അങ്ങനെ അതുപോലെയാണ് മൂടന് സമ്പത്തുണ്ടായാൽ മദ്യപനെ പോലെ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. മൂടന് വല്ലതും കിട്ടുകയാണെങ്കിൽ മദ്യപനായ വട്ടനെ പോലെ ഭ്രാന്തനെ പോലെ കൂത്താടി കളിക്കും. മൂടൻ ഒരു ഭ്രാന്തനാണ്. മൂടൻ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനാണ്. അതിന്റെ കൂടെ മദ്യവും കൂടി ചെന്നാലോ വേണ്ടാത്തതൊക്കെയും പ്രവർത്തിക്കും. മൂടൻ എന്ന് പറയുന്നതേ ഒരു ഭ്രാന്തനാണ്. അതിൽ കൂടെ മദ്യവും കൂടെ കഴിച്ചാൽ അയാള് എന്തും പ്രവർത്തിക്കും. ഭ്രാന്തന്മാരെ പോലെ പ്രവർത്തിക്കും. മയ്യൽ ഒരുവൻ കളിത്തറ്റാൽ പേതൈ തൻ കൈയൊன்று ഉടമൈ പെറിൻ. താങ്ക് യു. The wealth reaching idiot is condition of a lunatic in slumber after intoxication. Quran 8:39. பெருதிரு பேதையார் கேண்மை பீழை ஒன்றில் பேதையிடமிருந்து பேதையுடன் கொள்ளு நட்பு மிக இனியதாகும். ഇത്രയും സവിശേഷതയുള്ള വളരെ ഒരു നന്മയും ആർക്കും തരാത്ത സ്വഭാവമുള്ള ഈ മൂടന് ആയിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും നമുക്ക് സന്തോഷിക്കേണ്ടതേ ഉള്ളൂ, വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പിരിവിൻ കൺ, പിന്നീട് പിരിയാൻ ഇടയാവുമ്പോഴും. തരുവത്, രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് തരുവത്, ആ വേർപാട് നൽകുന്നതായ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പീഴൈ, ദുഃഖമോ നഷ്ടമോ. രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഇൽ, ഒന്നുമില്ല. പിന്നീട് പിരിയാൻ ഇടയാകുമ്പോഴും ആ വേർപാട് നൽകുന്നതായ ദുഃഖമോ നഷ്ടമോ ഒന്നുമില്ല. അതിനാൽ ആദ്യം വരെ രണ്ടാമത്തെ വാക്ക് പേതയാർ, മൂടന്മാരുമായുള്ള ആദ്യമല്ലേ മൂന്നാമത്തെ വാക്ക് കേന്മൈ, സ്നേഹബന്ധം പെരുതിയിരുന്നത്, അത് കൈവിട്ടു പോകുന്നത് വളരെ സുഖപ്രദം തന്നെ. ഏറെ ഏറെ സുഖം മൂടന്മാരോടുള്ള സ്നേഹം, അത് വേർപെടുമ്പോൾ ഇല്ല നഷ്ടം. ഏറെ സുഖം മൂടന്മാരോടുള്ള സ്നേഹം, അത് വേർപെടുമ്പോൾ ഇല്ല നഷ്ടം. ഓവർ. ട്രാൻസ്ലേഷൻ പറഞ്ഞോട്ടെ. പറയൂ. Quran 8:39. Relation with fools is of much delight because parting with idiots never creates sorrow of separation. Friendship of fools is a very pleasant thing. Parting with them will leave behind no sting. That means the friendship between fools is exceedingly delightful to each other. For at parting there will be nothing to cause them pain. Thank you, sir. Quran 8:40. ജോസി സാറല്ലേ? അതെ അതെ അതെ.
സാർ 840 പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞില്ലല്ലോ. മോഹൻദാസ് സാർ പറയും. ഓക്കെ 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 ഓക്കെ. അതായത് വളരെ വിശിഷ്ടമായ ഒരു സഭയിൽ ഒരു ഇതൊന്നുമില്ലാത്ത ഒരു മൂടൻ വന്ന് കയറുന്നത്, ഇല്ലെങ്കിൽ അവന്റെ രംഗപ്രവേശനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ഇതിനൊക്കെ നല്ലൊരു ഊമ പറയാൻ സാധിക്കില്ല. അക്കാൽ പള്ളിയുൾ വൈത്തற்றால் சான்றோர் குழா அத்து பேதை புகழ். கழாக்கல் பள்ளியில் வைத்தற்றால் சான்றോർ കുഴാ അത്ത് പേദൈ പുകൽ. ആദ്യത്തെ വരിലെ അവസാനത്തെ വാക്കാണ് സാൻഡോർ. സാൻഡോർ വിദ്വാൻമാരുടെ. രണ്ടാമത്തെ വരിലെ ആദ്യത്തെ വാക്ക് കുഴാ അത്ത് സഭയിൽ. കുഴാത്ത് കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് കുഴുമിയിരിക്കുന്ന എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. കൂടിയിരിക്കുന്ന ആ സഭയിൽ പേദൈ. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് പേദൈ മൂഢനായവൻ പുകൽ കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ പ്രവേശിക്കുന്നത്. പുകൽ. ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് കഴ അക്കാൽ. അതായത് എങ്ങനത്തെ പ്രവൃത്തി എന്ന് വെച്ചാല്, കാൽ കഴുകാതെ പള്ളി ഉറങ്ങുന്ന പള്ളി അറയിൽ, ആ പട്ടുമെത്തയിൽ വൈത്തറ്റാർ പറ്റതുപോലെയാകുന്നു. അത് പുറമേക്ക് സഞ്ചരിച്ച് എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൈകാൽ കഴുകാതെ ആ കാലുകൊണ്ട് പള്ളി ഉറങ്ങുന്ന പള്ളി അറയിൽ ചെന്ന് ആ മെത്തിയിൽ ആ കാല് പതിക്കുന്നത് പോലെയാകും ഇവരുടെ രംഗപ്രവേശനം. വിദ്വാൻമാരുടെ മുമ്പിൽ ഇതൊന്നുമില്ലാതെ അവിവേകയായ ഒരാൾ ചെന്ന് കയറുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു പ്രകടനമായിരിക്കും അത് കാഴ്ചവെക്കുന്നു എന്ന് പറയുന്നുണ്ട്. കഴുകാത്ത കാൽ പള്ളി മെത്തമേൽ വയ്ക്കുമ്പോൾ ബുദ്ധ സഭയിൽ മൂഢപ്രവേശം. ഓവർ. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കുറലാണ് 840. കഴ അക്കാൽ പള്ളിയുൾ വൈത്തറ്റാൽ ചാൻഡോ കുഴ അത്തു പേദൈ പുകൾ. കഴുകാത്ത കാൽ പള്ളിമെത്തമേൽ വയ്ക്കുമ്പോൾ ബുധസഭയിൽ മൂഢപ്രവേശം. പണ്ഡിതന്മാരുടെ സമ്മേളനത്തിലേക്ക് ഒരു വിഡ്ഢി പ്രവേശിക്കുന്നത് വൃത്തികെട്ട കാലുകളുമായി കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നത് പോലെയാണ്. ബുധജന സദസിങ്കൽ ബുദ്ധിഹീന പ്രവേശനം മലിനപാദങ്ങൾ വച്ചു മെത്തയിൽ കയറുന്നതാം എന്ന കവിവാക്യവും. ഉപസംഹരിക്കുമ്പോൾ ഒരു വിവേകശൂന്യനായ വിഡ്ഢി ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് പരാജയപ്പെടാൻ മാത്രമല്ല, അവനെ അത് ചങ്ങലകളിൽ ചിലപ്പോൾ തളയ്ക്കുകയും ചെയ്യും. ഒരു വിഡ്ഢിയുടെ മേൽ വലിയ സമ്പത്ത് വീഴുമ്പോൾ അപരിചിതർ വിരുന്ന് കഴിക്കും. അതേസമയം ബന്ധുക്കൾ പട്ടിണി കിടക്കും. ഒരു വിഡ്ഢിയുടെ കൈവശം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് ഇതിനകം തന്നെ വിഷാദാവസ്ഥയിലുള്ള ഒരാൾ മദ്യപിക്കുന്നത് പോലെയാണ്. മണ്ടന്മാരുമായുള്ള സൗഹൃദം വളരെ മധുരമുള്ളതാണ്. അവർ വേർപിരിയുമ്പോൾ ദുഃഖമില്ല. പണ്ഡിതന്മാരുമായും കുലീനരുമായും ഇടപഴകുന്ന ഒരു വിഡ്ഢി കഴുകാത്ത വൃത്തികെട്ട പാദങ്ങൾ വൃത്തിയുള്ള കിടക്കയിൽ വയ്ക്കുന്നത് പോലെയാണ്.
2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവർ ജനത്തെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. അതിന് അദ്ദേഹം ചില ഉപമകൾ, അന്നത്തെ തലത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ചില ഉപമകളുമൊക്കെയാണ് ഈ ഖുറാനിലും പലപ്പോഴും പല ഖുറാനുകളിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഉപമകളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മുടെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് തന്നെ ഹരിസാറ് നരകം എന്ന് പറഞ്ഞൊന്നുണ്ടോ, അല്ലെങ്കിൽ അതെവിടെയാണ് എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോ അതൊക്കെ അന്നത്തെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഉള്ളിലിരിക്കുന്ന ഒരു ആശയത്തെ വിവരിക്കാൻ അതിന്റെ തീവ്രതയൊക്കെ കാട്ടാൻ വേണ്ടി ഓരോ തരത്തിൽ അതെല്ലാം പറഞ്ഞു വെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഈ ഖുറാന് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ അജ്ഞത എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ബൈ ബർത്ത് ഒക്കെ ചിലർക്ക് ചില ബുദ്ധിയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാവും. അത്തരത്തേക്കാൾ മനുഷ്യൻ വിഡ്ഢിത്തരം കാട്ടുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ മനുഷ്യന് വിഡ്ഢിത്തരം പറ്റാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ആർജിച്ച് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ബോധം ഉണ്ടാകും എന്നാണ് തിരുവള്ളുവർ പഠിപ്പിക്കുക. അങ്ങനെ പ്രബോധിപ്പിക്കുകയാണ് ജനങ്ങളെ. അല്ലാതെ നേരിട്ട് ഒന്നും അറിയാൻ പാടില്ലാതെ പണ്ഡിത സദസ്സിലും മറ്റുമൊക്കെ ചെന്ന് തട്ടി ഓരോന്ന് വിടുമ്പോൾ അത് ചിലപ്പോൾ അത് വലിയ കളിയാക്കലിനും മോശത്തിനൊക്കെ ഇടയാവും. ചിലപ്പോൾ നമ്മുടെയൊക്കെ ചില മന്ത്രിമാര് പത്രക്കാരുടെ മുമ്പിലോ പൊതു സദസ്സിലോ ഒക്കെ പറയുന്ന ചില വാക്കുകൾ, പറഞ്ഞു വെക്കുന്ന ചില ഭാഷകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ബബ്ബടിക്കുന്നത്, ചില അക്കങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാതെ തെറ്റിക്കുന്നത്, ആവർത്തിച്ച് തെറ്റിക്കുന്നത്, ഇതൊക്കെ ട്രോളുകളായിട്ടൊക്കെയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ മന്ത്രിയുടെ PA അല്ല മന്ത്രിയുടെ സെക്രട്ടറിയൊക്കെ IAS നല്ല വിവരമുള്ളൂ, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ല. മന്ത്രിയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് മേളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വിഡ്ഢിത്തരം പറഞ്ഞാലും സദസ്സിൽ തിരുത്താനൊന്നും പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ലോകം മുഴുവൻ കാറ്റിൽ പറന്നിരിക്കും, ട്രോളായി വന്നിരിക്കും. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുടെ വീട്ടുകാരോ അവരുടെയൊക്കെ അക്ഷരാഭ്യാസമൊക്കെ ഉള്ള പിള്ളേരോ ബന്ധുജനങ്ങളോ സ്വന്തക്കാരോ പാർട്ടി പ്രവർത്തകരോ ഒക്കെ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന ഒരു അപമാനത്തിൽ നിന്ന് മാറാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അന്നേ പഠിപ്പിക്കുകയാണ്. നന്നായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത് ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ഖുറാന് എക്കാലം അത്രയും കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വായിച്ചും പഠിച്ചും ഒക്കെ ഇരുന്ന ആളുകൾക്കും പ്രയോജനപ്പെടും. അല്ലാതെ തിരുവള്ളുവരുടെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമല്ല എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാക്കാം. ഒക്കെ ഈ രാത്രിയിൽ നമുക്ക് അങ്ങനെ ഒരു അറിവ് കൂടി കുറച്ചും കൂടി അവധാനത നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഉള്ള ഒരു അറിവിലേക്ക് ഇന്നത്തെ ദിനം നയിച്ചു. അതിന് നമ്മളെ വളരെയേറെ സഹായിച്ച ആള് പ്രിയപ്പെട്ട നയനാർ സാറാണ്. സാറിന്റെ ഈ സാബു സാറിന്റെ പ്ലാറ്റ്ഫോമാണ് അതിന് പ്രയോജനപ്രദമാകുന്നത്.
ഒപ്പം ഇത് മൊഴിമാറ്റം ചെയ്യാൻ വളരെ പ്രധാനമായി ഇംഗ്ലീഷിലേക്ക് ഓമന ടീച്ചർ സഹായിച്ചു. റോയ് സാറും ജോർജ് സാറും സഹായിച്ചു. മലയാളത്തിലേക്ക് ശ്രീകുമാരി മാമും ഉണ്ടായിരുന്നു. ഒപ്പം ഇതിനെ കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ നല്ല ദിവസം എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുന്നു. വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Qural 840. The unfit guest. Entry of an idiot to gathering of scholars is like entering bedroom with unclean legs. Qural 840 compares an ignorant person entering a circle of scholars to someone stepping into a clean, sacred bed with filth-covered feet. This imagery is powerfully reflected in the Upanishadic tradition, which emphasizes that a vessel must be pure before it can hold the nectar of divine knowledge. An unprepared mind entering a scholarly gathering brings only confusion and dirt to a space meant for refined wisdom. Just as mud ruins a pristine bed, the loud arrogance of a fool disrupts the subtle harmony of an intellectual discourse. Without the necessary discipline and humility, the fool remains an outsider, unable to absorb the purity of the surrounding truth. They fail to realize that presence alone does not grant belonging if the soul is not washed of its ignorance. As the proverb goes, you cannot see your reflection in boiling water. The shadow of ignorance. Thiruvalluvar's exploration of ignorance serves as a mirror, forcing us to confront the inner darkness that hinders human progress. He reminds us that true learning is not about accumulating facts, but about developing the discernment to choose virtue over vanity. Though the Tirukural, we see that an ignorant mind is a self-imposed prison that shuts out the light of reason and empathy. By identifying the habits of the foolish, Valluvar provides us with a roadmap to cultivate a life of wisdom and purposeful action. Ultimately, overcoming ignorance is the first step toward achieving the profit of a truly noble life. A small poem. The Blind Archer. A mind without the light of thought is like a bow with strings untaught. It shoots at loss and calls it gain, and sows the seed of future pain. Thank you, Sabu sir, for I am deeply grateful to this digital space for providing the tools to bridge ancient wisdom with modern understanding. It serves as a vital sanctuary where the timeless verses of the Tirukural can be reimagined for a new generation. Thank you for the participants, Nayanar sir, Joshi sir, Roy sir, George sir, Srikumari ma'am. Your insightful prompts and selection of verses have turned this dialogue into a meaningful journey through the landscape of human ethics. Thankful to the viewers
May these reflections on ignorance and wisdom spark a flame of curiosity in your own pursuit of truth. Thank you to all. സാബു സാർ അടുത്ത ആഴ്ചത്തേക്കുള്ളത് നേരത്തെ ഓമന ടീച്ചർ ചോദിച്ചത് ഒരു ഇതുണ്ടായിരുന്നു, പുല്ലറിവാൺമൈ. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ അടുത്ത് വരുന്നത് പുല്ലറിവാൺമൈ, അതായത് അല്പജ്ഞത അല്ലെങ്കിൽ ലിറ്റിൽ നോളജ് എന്നാണ് അടുത്ത ചാപ്റ്റർ. ലിറ്റിൽ നോളജ്. അതുകൊണ്ട് ഈ രണ്ട് ഇതും പറയും, ലിറ്റിൽ നോളജ്, പുല്ലറിവാൺമൈ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് മോഹൻദാസ് സാർ പഴയ പോലെ ഫുൾ സ്ട്രക്ചറിൽ അങ്ങ് പോയി. ഓക്കെ. രമാവതി മാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രമാദേവി. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് തിരക്കുണ്ട്. ഞങ്ങൾ കടയൊക്കെ തുടങ്ങിയാൽ ഭയങ്കര തിരക്കാണ്, നമുക്കൊരു ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അല്ലെ റൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ കഴിയുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കും, പക്ഷെ ചിലപ്പോ ഈ സമയത്തൊന്നും അവൈലബിൾ ആവത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ കഴിയുന്നത് പുതിയ ഷോപ്പൊക്കെ തുടങ്ങി അല്ലേ? ഓക്കെ. വലിയതൊന്നും ഇല്ല, നമ്മളിത് ഒരു നേരം പോക്ക് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച ലിറ്റിൽ ഇഗ്നറൻസ്. ഓക്കെ. അപ്പൊ ഇന്നത്തേത് ഞാനത് പറയാം സാറേ. ഇന്നത്തെ തിരുക്കുറളിൽ പറയും. സാബു സാറിനും ഇന്ന് മൂഢത്വത്തെ പറ്റിയുള്ള തിരുക്കുറൾ അവതരിപ്പിച്ച മോഹൻദാസ് സാറിനും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, മൂഢന്മാർ എപ്പോഴും അവരുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന വഴികളാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും അർഹിക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും വലിയ മൂഢത്വമാണ്. അതുപോലെ നാണമില്ലായ്മ, സ്നേഹമില്ലായ്മ, ശ്രദ്ധക്കുറവ്, നല്ല രീതിയിലുള്ള ഇന്റൻഷൻ ഇല്ലാത്തതൊക്കെ മൂഢന്മാരുടെ ശീലങ്ങളാണ്. അതുപോലെ മൂഢന്മാർ മറ്റുള്ളവരെ ഉപദേശിക്കും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അതൊന്നും പ്രായോഗികമാക്കില്ല. അവർക്ക് തോന്നുന്ന പോലെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. പിന്നെ മൂഢന്മാർക്ക് സമ്പത്തുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല, മറ്റുള്ളവർക്കാണ് അത് പ്രയോജനം ഉണ്ടാക്കുന്നത്. അതുപോലെ മൂഢന്മാർക്ക് സമ്പത്ത് കിട്ടിയാൽ അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാതെ അവർ അത് താരാളിച്ച് കളയുന്നു. മൂഢന്മാർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യജന്മത്തിൽ സാധാരണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക്സ് മോഹൻദാസ് സാർ, താങ്ക്സ് സാബ് സാർ, താങ്ക്സ് ടു ഓൾ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മൾ 11 നേരത്തെ എത്തി. നേരം 8:15 അല്ലേ? ഓക്കെ. അപ്പോൾ മോഹൻദാസ് സാർ താങ്ക് യു. ഓമന മാം, റോയ് സാർ, ജോയ് സാർ, ജോഷി സാർ, ജോർജ് സാർ, രമാദേവി മാം, ശ്രീകുമാരി അമ്മ. ഓക്കെ. അപ്പോൾ സി യു, ഗുഡ് നൈറ്റ്. നമുക്ക് നാളത്തെ വിഷയം, നാളെ UK ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ വേണുഗോപാൽ സാറിൻ്റെ UK ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നാളെ. ഇപ്പോൾ നാളെ ഒരു ടൂർ പോകും. വേണുഗോപാൽ സാറല്ലേ? വേണുഗോപാൽ സാർ UK ട്രിപ്പ് പോയ, സ്വിറ്റ്സർലാൻഡ് UK ട്രിപ്പ് പോയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു യാത്രാ വിവരണം. ഓക്കെ. അപ്പം സി യു ആൻഡ് ഗുഡ് നൈറ്റ്. Okay, good night. ലൈവിലേക്ക്